ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഓർഗനൈസർ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഫസ്റ്റ് ഇതുപോലത്തെ ബോക്സൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്ട്രോങ് ആയ ബോക്സ് തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. ഹൈഡ് ആൻഡ് സിക്ക് ബിസ്ക്കറ്റ് മേടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് കേസാണിത്. വാശി ടേപ്പ് വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് ഫിറ്റായിരുന്നു. ഇത് കളർ ചെയ്താലും സ്റ്റിക്കർ ഒട്ടിച്ചാലും ബോറാവും. ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലായിട്ടൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ട് ഇതേപോലെ ഫിറ്റായിട്ട് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതേപോലെ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ടൈപ്പ് ബോക്സിൽ നിങ്ങൾക്ക് തന്നെ കിട്ടും. ഇതിൽ കാണിക്കുന്ന ഒരു ബോക്സ് ഞാൻ ലാസ്റ്റ് യൂസ് ചെയ്തില്ല, കാരണം വെച്ച് വന്നപ്പോഴത്തേക്കും ആ ഒരു ഷേപ്പിനനുസരിച്ചുള്ള ബോക്സുകൾ മാത്രമേ സെലക്ട് ചെയ്തുള്ളൂ. ഇതൊരു മെഡിസിൻ ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്തത്. ഇങ്ങനെ തുറന്നിട്ട് സാധനങ്ങൾ വെക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നിങ്ങളിത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പ്ലാൻ വേണം എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ. ഈ 2 ബോക്സ് ഞാൻ ബുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് അറേഞ്ച് ചെയ്യണത്. അപ്പോൾ കറക്റ്റായിട്ട് അത് വരച്ചിട്ട് കട്ട് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ബോക്സ് കട്ട് ചെയ്ത പോലെ തന്നെയാണ് സെക്കൻഡ് ബോക്സും കട്ട് ചെയ്യുന്നത്. എൻ്റെ കട്ടർ അധികം ഷാർപ്പല്ലാത്തതുകൊണ്ട് തന്നെ കട്ട് ചെയ്തപ്പോൾ വലിയ വൃത്തിയൊന്നും ആയില്ല. ലാസ്റ്റ് ഞാൻ സിസർ യൂസ് ചെയ്തിട്ടാണ് അത് ക്ലിയർ ആക്കി വിട്ടത്. നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് ഭംഗിക്കും വൃത്തിക്കും ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് പ്രൊഡക്റ്റ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തതാണെന്ന് പോലും തോന്നില്ല. കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവിടെയും ഇവിടെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ കാണാൻ നല്ല വൃത്തി ഉണ്ടാവും. പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കോമൺ ആയ സാധനങ്ങൾ, അതായത് സിസർ, ഗമ്മ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾക്ക് അപ്പം തന്നെ കയ്യിൽ കിട്ടുകയും ചെയ്യും. തിരയേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള ബോക്സൊക്കെ വെച്ച് നോക്കുകയാണ് ഞാൻ. വെച്ചിട്ട് കറക്റ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പെന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ആവശ്യമായി വന്നു. പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ അടുക്കളയിൽ പോയിട്ട് ചായപ്പൊടി ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു ബോക്സ് കൊണ്ടുവന്നത്. കുറച്ച് ടൈം എടുത്തു കേട്ടോ ഞാനിത് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെ വെച്ചാലാണ് ഭംഗിയാവുക, ആ ഒരു ഷേപ്പൊക്കെ കിട്ടുക എന്നുള്ളത്. പിന്നെ എൻ്റെ കയ്യിലുള്ള ചെക്ക് പാറ്റേൺ പേപ്പറുകളൊക്കെ എടുത്തു. പക്ഷെ എല്ലാം കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോറാവും. ഈ ഒരു 3 റോസിൻ്റെ ടീ പൗഡറിൻ്റെ ബോക്സ് സൈഡിൽ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്, പെന്ന് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഡബിൾ സൈഡഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യണത്. ഗ്ലൂ ഗൺ എനിക്ക് കുറച്ച് ഹോട്ട് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയാണ്. ഗ്ലൂ ഗണ്ണ് അല്ല യൂസ് ചെയ്യണത്, ഡബിൾ സൈഡഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒക്കെ തമ്മിൽ ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ ഒട്ടിക്കണം, എന്നാലാണ് ലാസ്റ്റ് സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പറഞ്ഞു വരും. അത് പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നന്നായിട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഡബിൾ സൈഡഡ് ടേപ്പ്. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്ത് ഗ്ലൂ ആണെങ്കിലും നിങ്ങളത് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ ഞാൻ അവിടെയും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അത് സൂപ്പറായി നിൽക്കണമെങ്കിൽ നല്ല രീതിയിൽ ചെയ്യുക. പിന്നെ റാപ്പിംഗ് ഷീറ്റ് ഞാൻ എടുക്കുന്നുണ്ട്, ഒരു ബുക്ക് വയ്ക്കുന്ന ഓർഗനൈസർ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിങ്ങനെയാണ് കവർ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഈ കവർ ചെയ്യുന്നതും ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ നല്ല ഭംഗിയിൽ ചെയ്താലാണ് ലാസ്റ്റ് ടേബിൾ കാണാനൊരു ഭംഗിയും വൃത്തിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സൈഡിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് കവർ ചെയ്യണത്. കണ്ടോ, നല്ല ഭംഗിയായിട്ടില്ലേ ലാസ്റ്റ്. ഇതിപ്പോൾ ഒരു ബോക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2-3 ബുക്ക് വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ 2 ബോക്സ് ഒരുമിച്ച് വെച്ചുകൊണ്ട് കുറച്ചധികം ബുക്ക് വയ്ക്കാൻ പറ്റും. പിന്നെ ഈ 3 റോസസിൻ്റെ ടീ പൗഡറിൻ്റെ ബോക്സാണ്. അത് സൈഡിലാണ് ഞാൻ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് കുറച്ചധികം പെന്ന് വയ്ക്കാനുള്ളതുകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇത് ഞാൻ കവർ ചെയ്യാത്ത എന്താ വെച്ചാൽ കാണുന്നില്ല എന്നുള്ള പോർഷനൊന്നും ഞാൻ കവർ ചെയ്യുന്നില്ല. അത് നിങ്ങൾ വെച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഭാഗം കാണുന്നതുകൊണ്ട് അവിടെയാണ് ഞാൻ പേപ്പർ വെച്ചിട്ടുള്ളത്. ആ ഒരു പാറ്റേൺ പേപ്പറിന് മാച്ചായിട്ട് യെല്ലോ കളർ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബോക്സ് ഈ ഒരു പേപ്പറിലാണ് ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നത്. റാപ്പിംഗ് പേപ്പർ എനിക്ക് ബ്ലൂ കളർ കിട്ടിയുള്ളൂ. അതായത് മാച്ചിങ് കളർ എടുക്കുകയാണെങ്കിൽ അത് മൊത്തത്തിൽ ഒരുമിച്ച് ഒരു ഒറ്റ ഓർഗനൈസറായിട്ട് കാണും. വേറെ വേറെ കളർ എടുക്കണമെങ്കിൽ വേറെ വേറെ എടുത്തറിയും. പിന്നെ ഈ ഒരു ബോക്സിൽ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ അതവിടെ വെച്ചാലും മതി.
എന്നിട്ട് ഞാൻ ആ പാറ്റേൺ പേപ്പർ ഇങ്ങനെ ലൈനായിട്ട് ബോർഡറായിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് റാപ്പ് ചെയ്ത് വന്നപ്പോൾ കണ്ടോ, നല്ല ഭംഗിയില്ല കാണാൻ. ഇനി ഇതിൽ കുറച്ച് സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഓവറായിട്ട് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല, കാരണം അത് ഭയങ്കര ബോറാവും. കുറച്ച് സിമ്പിളായിക്കോട്ടെ പറഞ്ഞിട്ട് ഇവിടെ മാത്രമാണ് സ്റ്റിക്കർ ചെയ്തേക്കുന്നത്. ഇനിയാണ് നമ്മുടെ വാഷി ടേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു, ആ ഒരു വാഷി ടേപ്പ് അറേഞ്ച് ചെയ്ത് വെച്ചത്. പിന്നെ ഒരു ജാപ്പനീസ് കൊറിയൻ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലെറ്റേഴ്സൊക്കെ അവിടെ എഴുതി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി എൻ്റെ കുറച്ച് ബുക്സും പെൻസും അതേപോലെ എനിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഗമ്മ്, ടേപ്പ്, സീസേഴ്സ് അതൊക്കെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ബോക്സിൽ കുഞ്ഞു കുഞ്ഞു ബുക്കുകളാണ് അധികം വലിയ ബുക്കുകൾ കൊള്ളില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് വലിയ ബുക്കാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വലിയ ബോക്സ് എടുക്കണം. ഇത് കണ്ടോ, ഇതിങ്ങനെയാണ് തുറക്കുക, അപ്പോൾ അതൊരു കുറച്ചും കൂടെ കാണാനൊരു ഭംഗിയായിക്കോട്ടെ വരട്ടെ. പിന്നെ റിബണൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബോറാവും. ഇതിങ്ങനെ കാണാനാണ് ഭംഗി. ആ ഒരു ടീ പൗഡറുടെ ബോക്സ് ഇങ്ങനെ ചെരിച്ച് വെച്ചതുകൊണ്ടാണ് കുറച്ചധികം പെന്ന് വയ്ക്കാൻ പറ്റിയത്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ബോക്സിൻ്റെ സ്പേസിനനുസരിച്ചും എണ്ണത്തിനനുസരിച്ചാണ് നിങ്ങൾ സാധനങ്ങൾ വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എന്താ സാധനങ്ങൾ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ബോക്സ് സെലക്ട് ചെയ്യുക. എനിക്ക് ഒരുപാട് ക്യൂട്ടായി തോന്നിയൊരു പോർഷനാണിത്. ഇതുണ്ടോ, ഇതാണ് സൈഡ് വ്യൂ ഉണ്ടാവുക. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.